തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളിയാഴ്ച നിർണായക കൌൺസിൽ യോഗം. അയോഗ്യത മറികടക്കാനായി അഭിഭാഷകൻ മുഖേന ആർ സുഗതൻ മേയർക്ക് അവധി അപേക്ഷ നൽകി. കൌൺസിൽ യോഗത്തിന് ശേഷം സുഗതനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് CPM സെക്രട്ടറിക്ക് കത്ത് നൽകും. അയോഗ്യതയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന നിലപാടിലാണ് മേയർ VV രാജേഷ്. വെള്ളിയാഴ്ച ചേരുന്ന കൌൺസിൽ യോഗം BJPക്ക് നിർണായകമാകും. അയോഗ്യത മറികടക്കാൻ അഭിഭാഷകൻ മുഖേന കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൌൺസിലർ ആർ സുഗതൻ മേയർക്ക് അവധി അപേക്ഷ നൽകി. ഇത് മേയർ കൌൺസിലിൽ അംഗീകാരത്തിനായി സമർപ്പിക്കും. കഴിഞ്ഞ 2 കൌൺസിൽ യോഗത്തിലും സുഗതൻ പങ്കെടുത്തിരുന്നില്ല. 3 കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാകും. ഇതിനെ നിയമപരമായി നേരിടാനാണ് BJP നീക്കം. കൗൺസിലറാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അയോഗ്യതയുടെ സാധ്യത ആർക്കും ഉണ്ടാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച 34 ഉച്ചയ്ക്ക് 2:30 കാണാം. മാസത്തിൽ ഒരു കൌൺസിൽ യോഗം നിർബന്ധമാണെന്നിരിക്കെയാണ് വെള്ളിയാഴ്ച കൌൺസിൽ വിളിച്ചത്. 3 കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത സുഗതനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട യോഗശേഷം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പ്രതിപക്ഷം കത്ത് നൽകും. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ മേയറുടെ നേതൃത്വത്തിൽ ആലോചന നടക്കുന്നത്. കാപ്പ കേസിനകത്ത് പ്രതിയായ ആളിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുമുള്ള ഒരു ആനുകൂല്യവും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ കേസിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ച് അവധി അപേക്ഷ പാസാക്കിയാലും നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പ്രതിപക്ഷവാദം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.